ഒന്നാം പിണറായി സർക്കാർ ഭരണത്തിൽ വന്ന നാൾ മുതൽ CAG റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതാണ്. വകമാറ്റി ചെലവഴിക്കുന്നു, വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ CAGയുടെ ഓഡിറ്റിംഗ് ബുദ്ധിമുട്ടാകുന്നു. CAGയുടെ ഓഡിറ്റിംഗ് ബുദ്ധിമുട്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. അതായത് ഇന്റേണൽ ഓരോ വകുപ്പുകൾക്കും ഗവൺമെന്റിന്റെ തന്നെ ഓഡിറ്റ് വിങ്ങിന്റെ ഓഡിറ്റ് നടത്തണം. എങ്കിൽ മാത്രമാണ് പ്ലാൻ ഫണ്ടായിട്ട് വക കൊള്ളിച്ചത് എത്ര, അത് എത്രമാത്രം ചെലവഴിച്ചു, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിക്കാൻ പറ്റണമെങ്കിൽ ഓരോ വകുപ്പിലും അതത് കാലഘട്ടത്തിൽ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തണം. അപ്പൊ ഓഡിറ്റേഴ്സ് അസോസിയേഷനോട് തന്നെ ഞാൻ നേരിട്ട് ചോദിച്ചിട്ടുണ്ട്, ഈ പറയുന്നത് ശരിയാണോ? CAG ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ റിപ്പോർട്ടില്, അത് ശരിയാ? അവർ പറയും ശരിയാണ്, ഞങ്ങൾ ഇന്റേണൽ ഓഡിറ്റിങ്ങിനായിട്ട് ചെല്ലുമ്പോൾ അതത് വകുപ്പുകള് അതിന് വാദം ഉന്നയിച്ച് ബുദ്ധിമുട്ടിക്കും, അതായത് സൗകര്യം ഒരുക്കുന്നില്ല. അപ്പൊ അങ്ങനെ വന്നിട്ട് എപ്പോഴാ പിന്നെ ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത്? CAG ഓഡിറ്റിങ്ങിന് വരുന്ന സമയത്ത് CAG ഓഡിറ്റിങ്ങിന് വരുന്നു, ഇന്ന വകുപ്പുകളിൽ ഇന്ന ദിവസം ഓഡിറ്റിങ്ങിന് വരും എന്ന് പറഞ്ഞ് മുന്നറിയിപ്പ് കൊടുക്കും. അങ്ങനെ മുന്നറിയിപ്പ് കൊടുത്തു കഴിയുമ്പോൾ അതിന് മുൻപാണ് ചടപടാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുക. അപ്പൊ കൃത്യമായി കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റുകയില്ല, അന്വേഷിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരുപാട് എന്താ പറയുക, കടമ്പകൾ സൃഷ്ടിച്ച് ഇന്റേണൽ ഓഡിറ്റിങ്ങിനെ തടസ്സപ്പെടുത്തുകയാണ് സാധാരണ പതിവ്. അത് ഈ പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം സാധാരണയുള്ള ഒരു സംഭവമായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ ഈ വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് നോക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെയാണ്, അതായത് ഏത് ഫണ്ടും കേന്ദ്രത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് നടപ്പിലാക്കുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ ഒക്കെ അവസ്ഥ, സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്രം കൊടുത്ത ഫണ്ട് കൃത്യമായി ചെലവഴിച്ചു എന്നുള്ളതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ട്, സംസ്ഥാന ഗവൺമെന്റിന്റെ ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ CAGയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടും, ഓഡിറ്റഡ് റിപ്പോർട്ടും, ഇത് രണ്ടും ഈക്വൽ ശരിയായ രീതിയിൽ, അതായത് ഒന്നിനെ ശരിവെക്കുന്നതായിരിക്കണം CAGയുടെ റിപ്പോർട്ട്, അതായത് ഇന്റേണൽ ഓഡിറ്റിനെ ശരിവെക്കുന്നതായിരിക്കണം CAGയുടെ ഓഡിറ്റ്. അങ്ങനെ ആ ഓഡിറ്റ് റിപ്പോർട്ട്, CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ എത്തിയാലാണ് അടുത്ത ഗഡു കേന്ദ്ര സഹായം ലഭ്യമാവുക. അപ്പം ഈ പറയപ്പെട്ട രീതിയിൽ വക മാറ്റി ചെലവഴിക്കുന്നു, ഓഡിറ്റിംഗ് നടക്കുന്നില്ല, ഇന്റേണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്നൊക്കെ വരുമ്പോൾ അത് എക്സ്റ്റേണൽ, അതായത് CAGയുടെ ഓഡിറ്റിനെ ബാധിക്കും. CAGക്കും അത് കൃത്യമായിട്ട് ചെയ്ത് ഓഡിറ്റ് റിപ്പോർട്ട് കേന്ദ്രത്തിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ അടുത്ത സമയത്ത് ഓണത്തിന് തന്നെ 20,000 കോടിയിലധികം ചെലവഴിച്ചു. അങ്ങനെ ഖജനാവ് ഏകദേശം കാലിയായിട്ടിരിക്കുകയാണ്. ഖജനാവ് കാലിയായിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തില് കടമെടുക്കണം. അങ്ങനെ കടം എടുക്കണം എന്നുണ്ടെങ്കിൽ കണക്കുകൾ കൃത്യമായിട്ട്, അതായത് ഈ 20,000 കോടി എവിടെ ചെലവഴിച്ചു, അതുപോലെയുള്ള എല്ലാ കണക്കുകളും കൃത്യമായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട്, ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും അതുപോലെ CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടും കേന്ദ്രത്തിലെത്തണം. എങ്കിൽ മാത്രമേ കടമെടുക്കാൻ പോലും ഇനി ഗവൺമെന്റിന് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഇതിന് തടസ്സം സൃഷ്ടിക്കുന്ന കടമ്പകൾ, അതായത് ഇപ്പോൾ ചീഫ് സെക്രട്ടറി CAGയെ അറിയിച്ചിരിക്കുകയാണ് 15 വകുപ്പുകൾ, സംസ്ഥാന ഗവൺമെന്റിലെ 15 വകുപ്പുകൾ അവരുടെ എമൗണ്ട് എങ്ങനെ ചെലവഴിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റിയുള്ള റിപ്പോർട്ട്, അതായത് ശരിയായിട്ടുള്ള ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല. എന്തുകൊണ്ടാണ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാത്ത? ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യാത്തത് കൊണ്ടല്ല, ഓഡിറ്റ് ചെയ്യാൻ അവസരമൊരുക്കുന്നില്ല. അവസരമൊരുക്കിയാൽ തന്നെ ആ വകുപ്പുകളുടെ പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷനെ പറ്റിയുള്ള കണക്കുകളൊക്കെ അപര്യാപ്തമാണ്, അത് പോരാ. അപ്പൊ എത്രയും നേരത്തെ ഓഡിറ്റ് റിപ്പോർട്ട് വേണം എന്ന് പറഞ്ഞാണ് ഇപ്പോ ചീഫ് സെക്രട്ടറി ഈ 15 വകുപ്പുകൾക്കും അറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ് ഈ 15 വകുപ്പുകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. പൊതുവിദ്യാഭ്യാസം, ആരോഗ്യം വിദ്യാഭ്യാസം, ആരോഗ്യ വിദ്യാഭ്യാസം, ആരോഗ്യം, ഹോമിയോ കോളേജ് വിദ്യാഭ്യാസം, വ്യവസായം, പ്ലാന്റേഷൻ, തദ്ദേശ ഭരണം, ഇങ്ങനെ പോകുന്നു ഈ പറയപ്പെട്ട 15 വകുപ്പുകൾ. അപ്പൊ ഈ പറയപ്പെട്ട ഒരു വകുപ്പിന്റെ കാര്യം നമുക്ക് എടുക്കാം. അതായത് ഈ വകുപ്പുകളെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. ആകെപ്പാടെ ഗവൺമെന്റിനെ തന്നെ ഇതിനു വേണ്ടി കുറ്റപ്പെടുത്താൻ പറ്റൂ. എന്തുകൊണ്ട്?
കഴിഞ്ഞ ഡിസംബറിൽ, അതായത് ഈ 2024-25 മൂന്നാം ക്വാർട്ടർ ഡിസംബറോടെ തീരുമല്ലോ, 2024-25. അപ്പൊ കഴിഞ്ഞ ഡിസംബറോടെ തീരും നാലാം ക്വാർട്ടർ. ആ നാലാം ക്വാർട്ടർ ആരംഭിച്ചപ്പോൾ, അതായത് ഡിസംബറിൽ ആരംഭിച്ചപ്പോഴല്ല, ഡിസംബറിൽ തന്നെ ധനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ കാണണം. പ്ലാൻ ഫണ്ടിന്റെ 50% വെട്ടിച്ചുരുക്കുന്നു. അതായത് ധനപ്രതിസന്ധി മൂലം ഓരോ വകുപ്പിനും കൊടുത്തിരിക്കുന്ന പ്ലാൻ ഫണ്ടിന്റെ 50% വെട്ടിച്ചുരുക്കുന്നു എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം 1-2 മാസം കഴിയുമ്പോഴേക്കാണ് മെഡിക്കൽ കോളേജുകളുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഒട്ടും താമസിയാതെ തന്നെ നമുക്കറിയാം, ശ്രീ ചിത്രയില് ഒരു രാത്രി മുഴുവനും വെളിച്ചമില്ലാതെ കിടന്നത്. അതിന്റെയൊക്കെ കാരണങ്ങൾ പുറത്തു വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് എന്താണ്? അതായത് അതിന്റെ ലൈറ്റിംഗ് മേഖലയ്ക്ക് വേണ്ട മെയിൻ്റനൻസ് ഓപ്പറേഷൻ നടത്തിയിട്ട് വർഷങ്ങളായി. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രതിസന്ധി വന്നത്. അതും കഴിഞ്ഞാണ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം തകർന്നു വീണ് ഒരു പേഷ്യന്റ് മരിക്കാനിടയായത് വലിയ വിമർശനങ്ങൾക്കൊക്കെ. ആ സമയത്ത് മന്ത്രി വീണ ജോർജ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് ഓർമ്മയുണ്ടാവും. അതായത് 400 കോടി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി, അതായത് മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടി 400 കോടി വകയിരുത്തിയിട്ട് 245 കോടിയെ കിട്ടിയുള്ളൂ. അപ്പൊ അവര് പറഞ്ഞത് ഒരിക്കലും കള്ളമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ധനമന്ത്രി തന്നെ ഡിസംബറിൽ പറഞ്ഞതാണ് പ്ലാൻ ഫണ്ടിന്റെ 50% വെട്ടിച്ചുരുക്കിയെന്ന്. അപ്പൊ ഇവിടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് 400 കോടി പറഞ്ഞതിന്റെ 245 കോടി കൊടുത്തു എന്ന് പറഞ്ഞാല് 50% വെട്ടി കുറച്ചില്ല. അവരുടെ കാര്യത്തില്, മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ 50%-ത്തിലും കുറവാണ് വെട്ടിക്കുറച്ചത്. ഇതുപോലെ പക്ഷെ ഇപ്പൊ മെഡിക്കൽ വിദ്യാഭ്യാസം എങ്ങനെ നിൽക്കുന്നു എന്ന് നമുക്കറിയാം. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകൾ, എക്യുപ്മെന്റ്സ് ഇല്ലായ്മ, ഇപ്പൊ കാത്ത് ലാബുകളൊക്കെ വെറുതെ കിടക്കുന്നു, മെഡിക്കൽ കോർപ്പറേഷൻ മരുന്നുകൾ കമ്പനികൾ കൊടുക്കുന്നില്ല. അങ്ങനെ എന്തുമാത്രം ദുരന്ത കഥകളാണ് നമ്മൾ നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ പറ്റി കേൾക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം കാരണം ഈ ഫണ്ട് വെട്ടിച്ചുരുക്കിയതാ, പ്ലാൻ ഫണ്ട് വെട്ടിച്ചുരുക്കിയതാ. അപ്പൊ ഈ പ്ലാൻ ഫണ്ടൊക്കെ വെട്ടിച്ചുരുക്കി കഴിഞ്ഞിട്ട് എവിടെ പോകുന്നു സർക്കാരിലേക്ക് വരുന്ന വരുമാനം എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. അതായത് ഒന്ന് ഓർമ്മിക്കണം, 4 വർഷം, ഈ കഴിഞ്ഞ 4 വർഷം, അതായത് ഈ ഗവൺമെന്റ് ഭരണത്തിൽ വന്ന ഈ 4 വർഷത്തില് സ്റ്റാമ്പ് ഡ്യൂട്ടി രജിസ്ട്രേഷൻ വകയിൽ തന്നെ കിട്ടിയത് 20,892 കോടി രൂപയാണ് എന്ന് ഗവൺമെന്റിൽ തന്നെ കിട്ടിയ റിപ്പോർട്ടാണ് കേട്ടോ. അതായത് 20,892 കോടി രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് തന്നെ ഈ ഗവൺമെന്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഗവൺമെന്റിന് വിഭവ സമാഹരണ സാധ്യത ഇല്ലാത്തത് കൊണ്ടല്ല, ഇതുപോലെ തന്നെ നമുക്കറിയാം GST വഴിയുള്ളത്, അതുപോലെ GSTയുടെ നഷ്ടപരിഹാരം കിട്ടാനുണ്ടായിരുന്നത് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഫിനാൻസ് കമ്മീഷനിലൊക്കെ കുറെ കുറവ് വന്നിട്ടുണ്ട്. എങ്കിൽ പോലും സംസ്ഥാനത്തിനകത്ത് നിന്ന് പിരിച്ചെടുക്കാവുന്ന ഒന്നാണ്, ഇതുവരെ GST കയറി കൂടാത്ത ഒന്നാണ് ഈ പറയപ്പെട്ട സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് രജിസ്ട്രേഷൻ. അതിന് തന്നെ 20,892 കോടി 4 വർഷം കൊണ്ട് കിട്ടി എന്ന് പറയുമ്പോൾ വിഭവ സമാഹരണം നന്നായി നടക്കുന്നുണ്ട്. പക്ഷെ എവിടെ പോകുന്നു ഈ വിഭവ സമാഹരണം മുഴുവൻ എന്നാണ് നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ജലജീവൻ മിഷൻ 6,000 കോടിയാണ് കോൺട്രാക്ടേഴ്സിന് കൊടുക്കാനുള്ള കുടിശ്ശിക. അതുകൊണ്ട് പണി നിർത്തുന്നു, അവര് പണി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സ്വയം വിരമിച്ചു പോകുന്നു. ഇത്തരം പ്രക്രിയകളൊക്കെയാണ് അവിടെ നടക്കുന്നത്. നെല്ല് സംഭരണം, ഓണം കഴിഞ്ഞു, എന്നിട്ട് 2ാം വിളയുടെ നെല്ല് സംഭരണം നടത്തുകയോ അതിന്റെ പണം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ അടുത്ത വിളയ്ക്ക് ഒരു വായ്പ എടുക്കാൻ പോലും ഗതികെട്ട രീതിയിൽ കർഷകർ നെട്ടോട്ടം ഒഴുകുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഈ സംസ്ഥാന ഗവൺമെന്റിന് വരുമ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് മറ്റൊരു കാര്യം, ഗവൺമെന്റ് എന്താണ് ഈ ഭരണത്തിൽ വന്നതിന് ശേഷം ചെയ്തത്. ഭരണത്തിന്റെ കാര്യക്ഷമതയെ പറ്റി വലിയ വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ആദ്യ ദിവസം തന്നെ ഭരണത്തിലേറിയത്. പക്ഷെ അതിനുശേഷം എന്താണ് നാം കണ്ട കാഴ്ച? ആദ്യ വർഷം തന്നെ കേരളീയം നടത്താൻ വേണ്ടി ഒരാഴ്ച മുഴുവനും സെക്രട്ടേറിയറ്റ് അടഞ്ഞു കിടന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം ഉദ്യോഗസ്ഥരില്ലാതെ, മേലധികാരികളില്ലാതെ 1-2 ഉദ്യോഗസ്ഥർ അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഒരു ഫയലും നീങ്ങുകയില്ല. അങ്ങനെ യാതൊരു പ്രവൃത്തിയും നടക്കാതെ ഒരാഴ്ച കംപ്ലീറ്റ്, ഒരാഴ്ച കേരളീയമായിട്ട് നടന്നെങ്കിൽ അതിനു മുൻപും അതിനുശേഷവും കേരളീയത്തിന്റെ ബാക്കി പത്രവുമായി സമയം നഷ്ടപ്പെട്ടു.
അങ്ങനെ ഭരണ സ്തംഭിച്ച അവസ്ഥയായിരുന്നു ആ കേരളീയം നടന്ന കാലത്തും അതിനു മുൻപും അതിനു പിൻപും. ഇനി അത് കഴിഞ്ഞാലോ നവകേരള സദസ്സ്. നവകേരള സദസ്സ് എന്ന് പറഞ്ഞ് ഈ 14 ജില്ലകളിലും അവര് പുതിയ, ഓർമ്മയുണ്ടല്ലോ, 1,05,00,000 രൂപ വിലയുള്ള വണ്ടിയും വാങ്ങിച്ച്, ബസ്സും വാങ്ങിച്ച്, ഈ ബസ്സില് കേരളം മുഴുവനും ചുറ്റിക്കറങ്ങി നടന്നപ്പോൾ നമ്മൾ ആ പാവം ഉമ്മൻചാണ്ടിയെ ഒന്ന് ഓർത്തു നോക്കണം കേട്ടോ. ഈ ജില്ലകളിലെല്ലാം അദ്ദേഹം ഒരു വണ്ടി, അദ്ദേഹത്തിന്റെ ഒരു കാറില്, അദ്ദേഹത്തിന് കാര്യമായിട്ട് അകമ്പടികൾ ഒന്നുമില്ലാതെ ഒരു കാറിൽ യാത്ര ചെയ്ത് സംസ്ഥാനം മുഴുവനും നടന്നതും എനിക്ക് ഓർമ്മയുണ്ട്. വയനാട് ജില്ലയില് ആന എപ്പോഴും എത്തുന്ന ഒരു പ്ലേ ഗ്രൗണ്ടില് അദ്ദേഹം രാത്രി മുഴുവനും തന്നെ ആൾക്കാരെ കണ്ട് അത് കഴിഞ്ഞേ ഇവിടുന്ന് പോകുന്നുള്ളൂ, ലാസ്റ്റ് ആളെ പോലും കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് കണ്ട ഉമ്മൻചാണ്ടി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന നാട്ടിലാണ് ഈ പറയപ്പെട്ട 1,05,00,000 രൂപ കൊടുത്ത് ബസ് വാങ്ങി, വീണ്ടും അതിനകത്ത് കുറെ കസർത്തുകൾ നടത്തി, അങ്ങനെ രാജകീയമായിട്ട് ആ ബസ്സിൽ യാത്ര ചെയ്യുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ച അകമ്പടി കാറുകൾ, മുഖ്യമന്ത്രിക്ക് തന്നെ 27 മറ്റോ ഉണ്ട്, 37 മറ്റോ ഉണ്ട് അകമ്പടി കാറുകൾ. ഈ അകമ്പടി കാറുകളൊക്കെ പിന്നെ എന്താണ് സെക്രട്ടേറിയറ്റിന്റെ മുറ്റത്ത് കാണുമെന്ന് വിചാരിച്ചു. പക്ഷേ അകമ്പടി കാറുകൾ അപ്പോഴും ഈ ബസിന്റെ പുറകെ ഉണ്ടായിരുന്നു. പിന്നെ രാജകീയമായ രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും മറ്റു പരിവാരങ്ങളും പോയത്. അപ്പൊ ഇങ്ങനെ ദൂർത്തടിക്കാൻ ഒരു മടിയുമില്ല. ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണമാണ്. ഈ ജനങ്ങൾ ഞങ്ങളെ ഭരണത്തിലേറ്റി വിട്ടിരിക്കുന്നത് ഇവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നാനാണ്. അതിനുവേണ്ടി പിന്നെ പണം കണ്ടെത്താനും അത് പ്രോപ്പറായിട്ട് ചെലവഴിച്ച് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനുമാണ്. നമുക്കറിയാം, നമ്മുടെ ബ്രെയിൻ ഡ്രെയിൻ, നമ്മൾ ഇരുന്ന് കരയുക എപ്പോഴും നമ്മുടെ കുട്ടികളെല്ലാം പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കേരളം വിട്ടു പോകുന്നു എന്ന്. ഇവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്പൊ തന്നെ കേൾക്കണം, എത്രയായിരം സീറ്റുകളാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിക്കും എഞ്ചിനീയറിങ്ങിനും ഒക്കെ ഉള്ള സീറ്റുകൾ ഒഴിവായി കിടക്കുന്നത്. അവിടെയൊക്കെ അധ്യാപകരുണ്ട് കേട്ടോ. ആ അധ്യാപകരുടെ ഒന്നും ശമ്പളം കൊടുക്കാതിരിക്കാൻ ഒക്കില്ല, കോടതി പോലും സമ്മതിക്കത്തില്ല. കാരണം അവരൊക്കെ കൃത്യമായി നിയമങ്ങളൊക്കെ പാലിച്ച് അധ്യാപകരായി ഇരിക്കുന്നവരാണ്. അപ്പൊ ഒരു കുട്ടിയെ പഠിപ്പിച്ചാലും ഇനി ഒരു കുട്ടിയെ പഠിപ്പിക്കാനില്ലെങ്കിലും അവരുടെ ശമ്പളം എല്ലാം കൃത്യമായിട്ട് കൊടുക്കണം. എവിടെ പോയി ഈ കുട്ടികൾ? ഇവിടുത്തെ ക്വാളിറ്റി, എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ബിഗ് സീറോ ആയി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനുള്ള മാർഗം നോക്കിയാണ് വീടും വസ്തുക്കളും വിറ്റ്, വീടും വസ്തുക്കളും മാറ്റമാണ്. ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ബാങ്ക് വായ്പ എടുത്താണ് ഇന്ത്യ വിട്ട് പോയിരിക്കുന്നത്. ഉദാഹരണത്തിന് RBIയുടെ വെബ്സൈറ്റ് എടുത്തു നോക്കൂ. 90,000 കോടി രൂപയാണ് വിദ്യാർത്ഥികൾ തന്നെ, അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്ന് മൊത്തം കുട്ടികൾ വിദ്യാഭ്യാസത്തിനെടുത്ത വായ്പ കിട്ടാക്കടമായിരിക്കുന്നതാണ് 90,000 കോടി. അപ്പൊ എത്ര ലക്ഷം കോടി വായ്പ എടുത്തിരിക്കുന്നു എന്ന് ഓർക്കണം. അപ്പൊ ഇങ്ങനെ ലക്ഷക്കണക്കിന് പണം, അതായത് അത് നമ്മുടെ ദേശത്ത് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട പണമാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ഒഴുകിപ്പോകുന്നത്. അതൊക്കെ നാം കേരളീയർ അയ്യോ ഞങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ ആഗോള ഹബ്ബാകാൻ പോകുന്നു എന്നാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് ദുരന്തമാണ് വിദ്യാഭ്യാസ മേഖല എത്തിപ്പെട്ടിരിക്കുന്ന കാലഘട്ടം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഏത് മേഖല എടുത്താലും അവിടെ ഒന്നും ക്വാളിറ്റിയുടെ സ്പർശമില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ വന്നതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ കടന്നു പോകുന്നത്. ഇനി അപ്പൊ ഈ കേരളീയം കഴിഞ്ഞു, ആ കേരളീയത്തിന്റെ സമയത്തൊക്കെ കോളേജ് അധ്യാപകരും ആരും വർക്ക് ചെയ്തിട്ടില്ല. അതിനുള്ളൊരു സാഹചര്യം ഉണ്ട്. നവകേരള സദസ്സ് വന്നു, അത് എല്ലാ 14 ജില്ലകളിലും. അതിനൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ ഒക്കെ പുറകില് സ്പോൺസർഷിപ്പ് വഴി പണം കളക്ട് ചെയ്യുക, അതായിരുന്നു ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ അജണ്ട. ഈ പണമെല്ലാം ഇവരെവിടെ കൊണ്ടുപോകുന്നു? ഒരു പക്ഷേ ഗൾഫിലോ മറ്റോ ഉള്ള ഇവരുടെ ബിനാമികള് ഇതൊക്കെ സൂക്ഷിക്കുന്നുണ്ടാകും. അതിനെപ്പറ്റിയും കേന്ദ്ര ഗവൺമെന്റോ സംസ്ഥാന ഗവൺമെന്റോ, ഇന്റലിജൻസ്, ഇവിടെയുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ ആൾക്കാർ എന്ത് ചെയ്യും നമുക്കറിയാം. അപ്പൊ എന്തായാലും ഇങ്ങനെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് അവസാനം ഇതായി തൊട്ട് മുൻപ് നടന്നത് എന്താണ്? എന്റെ കേരളം പരിപാടി. അത് വേറൊരു മാമാങ്കമായിരുന്നു. അതായത് അങ്ങ് കാസർഗോഡ് തൊട്ട് എല്ലാ ജില്ലകളിലും എന്റെ കേരളം പരിപാടി ആസൂത്രണം ചെയ്ത് നടത്തി. അതിനും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ബഹുകോടികൾ സ്പോൺസർഷിപ്പായിട്ട് കിട്ടി. എല്ലാം കഴിഞ്ഞിട്ടും ഖജനാവ് കാലിയാണത്രേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു മാമാങ്കം വരുന്നു, അയ്യപ്പ സംഗമം. അതായത് അയ്യപ്പനെ വെച്ച് പോലും പണം പിരിക്കാനാണ്, സ്പോൺസർഷിപ്പ് വഴി പണം പിരിച്ച് ഇലക്ഷൻ റീൽസ് ഇറക്കാനും
പ്രചാരണം നടത്താനും ഒക്കെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയാണ് ഗവൺമെന്റിന്റെ. ഇപ്പൊ ഇങ്ങനെ കടത്തിലേക്ക്, അതായത് ഇങ്ങനെ ആയിട്ട് പണം ചെലവഴിച്ച് ദൂർത്തടിച്ച് പോകുന്നു. അപ്പൊ ഒരു കാര്യം പറഞ്ഞാൽ ഈ സ്പോൺസർഷിപ്പിനൊക്കെ പോകുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? സ്പോൺസേഴ്സ് പിന്നെ ഏതെങ്കിലും തരത്തില് നികുതി കൊടുക്കുമോ? സ്പോൺസേഴ്സ് ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റുമായിട്ട് നീതിയുക്തമായ രീതിയിൽ സഹകരിക്കുമോ? ഇല്ല. അവർക്ക് സ്പോൺസർഷിപ്പിന് ഞങ്ങൾ നിങ്ങൾക്ക് ഇത്ര കോടി തന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നികുതി തരാൻ പറ്റില്ല, ഞങ്ങൾക്കെതിരെ കേസിന് പോകരുത്. പോവില്ല എന്നുള്ളൊരു ഉഭയസമ്മതപ്രകാരമാണല്ലോ ഇങ്ങനെ സ്പോൺസർഷിപ്പിൽ പണം കൊടുക്കുന്നത്. അങ്ങനെ കേരളം അധോഗതിയിലേക്ക് എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ക്രൈസിസിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് കേരളം ഇപ്പൊ എത്തി നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഗവൺമെന്റ് ഇപ്പൊ അയ്യപ്പ സംഗമവും നടത്താൻ പോകുന്നത്. ഒരു പിടിവള്ളി എന്ന ഒരു രീതിയിലാണ് ഇപ്പൊ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഓർക്കണം, ഏതാനും മാസം മുൻപാണ് CAG കണക്ക് കൂട്ടി പറഞ്ഞത്. അതായത് ഗവൺമെന്റ് നേരിട്ട് കടപ്പത്രങ്ങൾ വഴി സമാഹരിച്ച കടം ഒരു വശത്ത്, അതുകൂടാതെ കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുത്ത കടം വേറൊരു വശത്ത്, ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ കഴിഞ്ഞ ഏതാനും മാസം മുൻപ് CAG പുറത്തുവിട്ട കണക്കനുസരിച്ച് അന്ന് 4,14,000 കോടിയിലധികമായിരുന്നു കടം. അപ്പോൾ തന്നെ CAG പറഞ്ഞിട്ടുണ്ട്, ഈ നിരക്കിൽ പോവുകയാണെങ്കിൽ 6 ലക്ഷം കോടിയിൽ എത്തിയിരിക്കും ഈ വർഷാവസാനം ആകുമ്പോഴത്തേക്കും കേരളത്തിന്റെ കടമെന്ന്. അപ്പൊ നമ്മൾ FRBM ആക്ടിനെയൊക്കെ, അതായത് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് ഒക്കെ ഓവർടേക്ക് ചെയ്തു. അതിന്റെ ഒക്കെ മുകളിലാണ് നമ്മുടെ കടം. അത് ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന, ബജറ്റ് ഡോക്യുമെന്റിൽ കാണിച്ചിരിക്കുന്നത് തന്നെ 33.7% കടം, സഞ്ചിത കടം കാണിച്ചിരിക്കുന്നത്. പക്ഷെ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് അതിന്റെയും മുകളിലേക്ക് പോകാനാണ് സാധ്യത. അപ്പൊ പിന്നെ എവിടെയാണ് നമ്മൾ തെരഞ്ഞെടുത്ത ഗവൺമെന്റ് ജനക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യുന്നത്? വിദ്യാഭ്യാസ മേഖല അങ്ങനെ കിടക്കുന്നു, ആരോഗ്യ മേഖല ഏറ്റവും മോശമായ ഒരു പ്രതിസന്ധിയിൽ കിടക്കുന്നു, അതുപോലെ നെല്ല് സംഭരണം അത് നടന്നിട്ടില്ല, അതുപോലെ ഈവൻ ഉച്ചക്കഞ്ഞിക്ക് കൊടുക്കാൻ കുട്ടികൾക്കുള്ള ഉച്ചക്കഞ്ഞി പോലും തടസ്സപ്പെട്ടു കിടക്കുന്ന ഒരവസ്ഥയിലാണ്. സ്പോർട്സ് കൗൺസിലിന്റെ ഹോസ്റ്റലില് വർക്ക് ചെയ്യുന്നവർക്ക്, അവർക്ക് പോലും എന്താ പറയാ, അവിടെ താമസിക്കുന്ന കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ മാർഗമില്ല. അങ്ങനെ എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം അരക്ഷിതാവസ്ഥ, ഫിസ്ക്കൽ ക്രൈസിസിന്റെ ഹാങ് ഓവർ അല്ലാതെ സമാധാനപരമായ ഒന്നും കാണാനില്ല. എന്നിട്ട് ഓണത്തിന് 20,000 കോടി അടിച്ചിറക്കി എല്ലാവർക്കും 20,000 കോടിയുടെ വായ്പയല്ല ചെലവഴിച്ചു എല്ലാ മേഖലകൾക്കും വേണ്ടി. അതിൽ കുറച്ച് റേഷൻ വില കുറച്ച് 13 ഉൽപ്പന്നങ്ങൾ കൊടുത്തു. അത് ആശ്വാസകരമായ കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഈ പ്രതിസന്ധിയിലും ഗവൺമെന്റ് ജീവനക്കാർക്ക് വായ്പയായിട്ട്, അതായത് അവർക്ക് ഓണം ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുന്നു. ഫെസ്റ്റിവൽ അലവൻസ്, അതുകൂടാതെ വായ്പാ സൗകര്യം, ഇതൊക്കെ ഈ പണം എല്ലാം ചെന്ന് അതായത് ഈ പറയപ്പെട്ട ഓണവിപണിയിലേക്കാണ് പോകുന്നത്. ഓണവിപണിയെ പ്രോത്സാഹിപ്പിച്ചിട്ട് ആർക്കാണ് പ്രയോജനമുള്ളത്? ജനക്ഷേമത്തിനാണ് ഓണവിപണി വളർന്നു വരുന്നത്? അല്ല. ഓണവിപണിയിൽ വിറ്റഴിക്കപ്പെടുന്ന സാധനങ്ങൾ ഒന്നും തന്നെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവയല്ല. അത് പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നോ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നോ ഒക്കെ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഈ എന്താ പറയുക, ഈ വ്യാജ പ്രചാരണം എന്ന ആയുധം വെച്ച് ഇവിടെ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് 20,000 കോടി ചെലവഴിച്ചത് ഒട്ടുമിക്കവാറും നല്ല ഒരു ഭാഗം, അതിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗം ഈ ഓണവിപണിയിലെ ഈ പറയപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ കൊണ്ട് അടിച്ചേൽപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വാങ്ങലിന് വേണ്ടിയിട്ട് ജനം ചെലവഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ സർക്കാർ ശരിക്കും പറഞ്ഞാൽ ജനക്ഷേമകരമാണോ? ഈ ഓണത്തിന് വേണ്ടി ചെലവഴിച്ചതുപോലും ജനക്ഷേമത്തിനാണ് എന്ന് പറയാൻ പറ്റില്ല. അത് വ്യാപാരി വ്യവസായികളുമായിട്ട് കൈയിട്ടിട്ടുള്ള ഒരു കളി മാത്രം. അത് ഏത് തരം വ്യാപാരി വ്യവസായികളാ? നമ്മുടെ ഇവിടുത്തെ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് അല്ല അവിടെ വിൽപ്പന നടത്തിയത്. അതെല്ലാം മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വിൽപ്പന ചരക്കുകളാണ് ഇവിടെ വിൽപ്പന ചെയ്യപ്പെട്ടത്. അപ്പൊ ഇതൊന്നും കേരളത്തിന്റെ സമ്പദ്ഘടനയെ പുഷ്ടിപ്പെടുത്തുന്നതിനോ ഇവിടെ തൊഴിൽ സൃഷ്ടിക്കുന്നതിനോ ഒന്നും സഹായകമല്ല എന്ന് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു.